Hello and hi budding engineers. In this video we are going to discuss about the environmental standards for water, air and noise quality. So these are all the environmental standards, environmental parameters I used to say. So what are the standards that they have to follow within the limits? So we are going to discuss what are the tests to be taken, what are the tests to be done in order to maintain the qualities of water, air and noise. Okay, so what are their limits? അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് what are their limits. Okay, so environmental standards are the permissible limits set by the government in order to protect the human health and the environment from the pollution. What are the different types of pollution? Water pollution, air pollution and noise pollution, and some other pollution is there, but mainly we are discussing about these three aspects in this video. What will they do? They help in monitoring and controlling the quality of the water, air and noise. First നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ ക്വാളിറ്റീനെ കുറിച്ചാണ്. വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അങ്ങനെ എന്താണ് വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ വാട്ടർ ഇസ് സേഫ് ഫോർ ഡ്രിങ്ക്, ഡൊമസ്റ്റിക് യൂസ്, അഗ്രികൾച്ചർ ആൻഡ് അക്വാട്ടിക് ലൈഫ്. പ്രധാനപ്പെട്ട ഒരു വാട്ടർ ഇറ്റ് ഷുഡ് ബി സേഫ് ഫോർ ഡ്രിങ്കിങ് ആയിരിക്കണം, ഡൊമസ്റ്റിക് യൂസസ് ആയിരിക്കണം, അഗ്രികൾച്ചർക്ക് യൂസ് ചെയ്യാൻ പറ്റണം, ആൻഡ് അക്വാട്ടിക് ലൈഫിന് എന്തൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യണം? അതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വൈ വി ഹാവ് ടു ഫോളോ സം സർട്ടൻ ക്വാളിറ്റി. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, protection of aquatic organisms like fishes and organisms present inside the water, and for the human being it will prevent the waterborne diseases. Okay, for that particular cases നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വാട്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ ദീസ് ആർ ഓൾ ദി ബേസിക് പാരാമീറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി വിതിൻ ദി ലിമിറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമായാലും കുടിക്കുന്ന വെള്ളമായാലും സർട്ടൻ ലിമിറ്റ്സ് ഉണ്ടായിരിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് പറയുന്നത്. pH, ഡിസോൾഡ് ഓക്സിജൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ്, ദറ്റ് ഇസ് TDS എന്ന് പറയാറുണ്ട്. എന്നിട്ട് കുറേ ഉണ്ട്, പക്ഷേ ദീസ് ആർ ഓൾ ദി ബേസിക് പാരാമീറ്റേഴ്സ് ദറ്റ് വി ഹാവ് ടു ഫോളോ വിതിൻ ദി ലിമിറ്റ്. ഷുഡ് ബി വിതിൻ ദി ലിമിറ്റ്. നമ്മൾ വെള്ളത്തിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മേജർ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ pH എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദൻ 6.5, ഷുഡ് നോട്ട് ബി മോർ ദാൻ 8.5. സോ 6.5 താഴെ ഇരുന്നാൽ അത് അസിഡിക് ആയിരിക്കും, മുകളിലേക്ക് പോയാൽ അത് ആൽക്കലൈൻ ആകും. അപ്പോൾ അതിൻ്റെ റേഞ്ച് എത്രയായിരിക്കണം? ഷുഡ് ബി 6.5 to 8.5, മാക്സിമം ലൈക്ക് 7 ഇരിക്കാം, 7, 8 അങ്ങനെ ഇരിക്കാം. ഡിസോൾഡ് ഓക്സിജൻ, ദറ്റ് ഇസ് the oxygen is being dissolved inside the water for the further process for photosynthesis. ഏതായാലും ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ മിനിമം ലിമിറ്റ് 5 mg/L ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ദ ഓക്സിജൻ ഡിമാൻഡ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഷുഡ് ബി ലെസ് ദൻ 3 mg/L. Total dissolved solids present in the water should be less than 500 mg/L. You understand? So these are all the most important parameters that we have to be check. എന്താണ്? pH, dissolved oxygen, biochemical oxygen demand, total dissolved solids. Okay, you understand? Okay, then we'll move on to the air quality. Airന്റെ quality എത്രത്തോളം ഇരിക്കണം? Why should we have to follow air quality standards? It specify, air quality standards specify the maximum allowable concentration of pollutants in the air, in the atmosphere. മാക്സിമം എത്രത്തോളം പൊല്യൂട്ടൻസ് എയറിലേക്ക് ഇരിക്കാം, അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? വാട്ട് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്? വൈ ഹാവ് ടു മെയിൻറ്റെയിൻ ദി സ്റ്റാൻഡേർഡ്സ്? എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും, റെസ്പിറേറ്ററി ഡിസീസസ്. നമ്മളിപ്പോൾ കുറേ നേരം ഒരു ട്രാഫിക്കിലേക്ക് നിൽക്കാൻ വിചാരിക്കാം. For a longer period of time we may be affected due to respiratory disease. അത് ഉറപ്പാണ്. അതുപോലെ തന്നെ it will protect the human health and vegetation. ചിലപ്പം if more pollution occurs over the vegetation, the vegetation എഫക്റ്റ് ആവും എന്നാണ് പറയുന്നത്. യെസ്, ഉറപ്പാണ്. സോ അപ്പോൾ എന്തൊക്കെയാണ് കെമിക്കൽസ് ഷുഡ് ബി വിതിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം. ബിക്കോസ് ഇഫ് നോട്ട് എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരും? ഇതൊക്കെയാണ് പ്രോബ്ലംസ് വരാം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് പൊല്യൂട്ടൻസ്? സൾഫർ ഡയോക്സൈഡ് SO2, nitrogen oxides NOx, carbon monoxide CO, particulate matters PM 10 2.5. So these are all the major air pollutants which pollutes the air. It should be within the limit. Okay, major
pollutants which affects the air. Okay, then move on to the noise quality standards. നമ്മൾ വീട്ടിലായാലും ഒരു പർട്ടിക്കുലർ ഡെസിബൽക്ക് മുകളിലേക്ക് നമുക്ക് പോയാലും നമുക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. സോ എവറിത്തിങ് ഷുഡ് ബി ദി ലിമിറ്റ്സ്. അതുപോലെ തന്നെ നോയ്സിലെയും നോയ്സ് സ്റ്റാൻഡേർഡ്സ് ആർ പ്രിസ്ക്രൈബ്ഡ് ടു കൺട്രോൾ ദി എക്സസീവ് ആൻഡ് സൗണ്ട് ലെവൽസ് ഇൻ ദി ഡിഫറെൻറ്റ് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ട്രാഫിക് ഏരിയയിലേക്കില്ല ദ പീപ്പിൾ ഹു ആർ റിസൈഡിങ് നിയർ ബൈ ദ റെയിൽവേ സ്റ്റേഷൻ ആയാലും ഒരു എയർപോർട്ട് ആയാലും ദേ വിൽ ബി എഫക്റ്റഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് സൗണ്ട്. അത് എത്രത്തോളം ലിമിറ്റ് ആയിരിക്കണം എന്നാണ് നമ്മൾക്കിത് നോക്കാൻ പോവാണ്. സോ ദേ ആർ കാറ്റഗറൈസ്ഡ്, ദ ഏരിയ ഈസ് ബീങ് കാറ്റഗറൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ്. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എത്ര ആയിരിക്കണം, കമേഴ്ഷ്യൽ ഏരിയയിൽ, റെസിഡൻഷ്യൽ ഏരിയയിൽ സൈലൻറ്റ് സോൺ എന്നൊരു സോൺ ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു ഏരിയയിൽ ദ ലിമിറ്റ് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ്. But the limit has been prescribed both in day as well as in night. So decibel എത്രയായിരിക്കണം in the day time? ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരിക്കുമ്പോൾ 75, നൈറ്റ് ടൈം ആയിരിക്കുമ്പോൾ 70. ഡേയിൽ 75 ഇരിക്കാം, നൈറ്റ് ടൈമിൽ ജസ്റ്റ് ബിക്കോസ് പീപ്പിൾ, നമുക്ക് നൈറ്റ് ടൈം ആയാൽ വളരെ കുറച്ച് കുറവായിരിക്കണം. കമേഴ്ഷ്യൽ ഏരിയ എന്ന് പറയുമ്പോൾ മോർണിംഗ് ടൈമിൽ, ദറ്റ് ഇസ് ഡേ ടൈമിൽ 65, നൈറ്റ് ടൈമിൽ 55. റെസിഡൻഷ്യൽ ഏരിയ പറയുമ്പോൾ ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ, ഇറ്റ് ഇസ് മോർ ലെസ് ഹിയർ and here too. Okay, so industry ഏരിയയിൽ വളരെ കുറവായിരിക്കണം ഡെസിബിൾഡ്, ദറ്റ് ഇസ് നോയ്സിൻ്റെ അളവ് റേഷ്യോ. ഡെസിബൽ ഷുഡ് ബി വിതിൻ 55 in 45. സൈലൻറ്റ് സോൺ ആയിരിക്കുമ്പോൾ അതിനെക്കാട്ടിലും താഴെയാണ് 50 ഡേ ടൈമിൽ, ആൻഡ് നൈറ്റ് ടൈമിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ്, ദറ്റ് ഇസ് 40. What are the main importance? Why should we have to have noise quality standards? It prevents the hearing problems. ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്. ചിലപ്പോൾ സൗണ്ട് കൂടുതലാകുമ്പോൾ സ്ട്രെസ് ക്രിയേറ്റ് ആവും. ഇറ്റ് ഇംപ്രൂവ്സ് ദി ക്വാളിറ്റി ഓഫ് ദി ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെൻ വി ഫോളോ ഓൾ ദീസ് തിങ്സ് വിതിൻ ദിസ് ലിമിറ്റിന് വി ക്യാൻ ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് ദി ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. സോ വാട്ട് ആർ ദ തിങ്സ് ദറ്റ് വി ഹാവ് ടു ഫോളോ ആസ് ഫാർ എസ് ദി വാട്ടർ ഇസ് കൺസേൺ? PH, DO, BOD, TDS. ആരായിരിക്കുമ്പോൾ SO2, NOS. ഇങ്ങനെ നമുക്ക് ഓർമ്മിപ്പിക്കാം. ഐ മീൻ യു ക്യാൻ കീപ്പ് ആൻഡ് റിമെമ്പർ. SOX, NOX, CO, PM. PM 2, 10ഉം 2.5ഉം. നോയ്സ് ആകുമ്പോൾ ദറ്റ് ഇസ് ഏരിയ ഹാസ് ബീൻ സെപ്പറേറ്റഡ് ഇൻ 4 കാറ്റഗറി: ഇൻഡസ്ട്രിയൽ, കമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, സൈലൻറ്റ് സോൺ. സോ ഈച്ച് ആൻഡ് എവറി സോണിലെയും ഹൗ മച്ച് amount of decibel has to be followed both in daytime and night time. So what is the main conclusion? The environmental standards for both water, air and noise will help in controlling the pollution and to protect the human health and to improve the quality of life. That's it. I hope you remember, you understood. So thank you so much.